ഒരു ദിവസം കൊണ്ടേ 500 പേജുള്ള ബുക്ക് വായിച്ചു തീർക്കാൻ പറ്റും നിങ്ങൾക്ക്? ഇല്ലല്ലേ? എന്നാൽ ഇത് വളരെ നിഷ്പ്രയാസം ചെയ്തിരുന്ന ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. എങ്ങനെയെന്നല്ലേ, അദ്ദേഹം ഷിക്കാഗോയിലായിരുന്ന സമയത്ത് അവിടുത്തെ ലൈബ്രറിയിൽ ചെന്നിട്ട് എന്നും ബുക്കുകൾ, വലിയ വലിയ ബുക്കുകൾ വാങ്ങിക്കുമായിരുന്നു. എന്നിട്ട് വായിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു കൊടുക്കും. അന്നേരം അവിടെയുള്ള ആളുകൾ വിചാരിച്ച് ഇയാൾ വെറുതെ ഷോപ്പിന് വേണ്ടിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അയാൾ ഒരു ദിവസം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിപ്പോൾ വാങ്ങിക്കൊണ്ടുപോകുന്ന എന്തിനാ, വായിക്കാനല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കൊണ്ടുപോയ എല്ലാ ബുക്കുകളും വായിച്ചിട്ടുണ്ട്, വായന കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു തരുമോ, അതിൽ നിന്ന് കടുകട്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള മറുപടി, ഒരു വരി പോലും തെറ്റാതാണ് പറഞ്ഞു കൊടുത്തു. ഏകാഗ്രത എന്ന് പറയുന്ന സംഭവം, നിങ്ങളങ്ങോട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്ത് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് സത്യം.